അപ്പോൾ ബീം റിയാക്ഷൻ്റെ പ്രോബ്ലംസ് ആണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇവിടെ എ ബീം ഓഫ് 6 മീറ്റർ ലോങ്, ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബീം എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്, ഈസ് ലോഡഡ് ആറ്റ് ഷോൺ ഇൻ ഫിഗർ. കാൽക്കുലേറ്റ് ദ റിയാക്ഷൻസ് അറ്റ് എ ആൻഡ് ബി. വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ റിയാക്ഷൻസ് അറ്റ് എ ആൻഡ് ബി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക് കൺസെപ്റ്റ്സുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് സപ്പോർട്ട്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് ആണ് അതിൽ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബീമിനെ സംബന്ധിച്ചിടത്തോളം ഈ ബീമിൻ്റെ റിയാക്ഷൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റിയാക്ഷൻസ് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫിഗർ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ എ ബി ആണ് ഇതിൻ്റെ ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഹിഞ്ച്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഞാൻ കൂടുതലും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല, എന്തുകൊണ്ട് മനസ്സിലാക്കി എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാര്യം നമ്മൾ നേരത്തെ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിഞ്ച്ഡ് സപ്പോർട്ട്. ഇത് ഹിഞ്ച്ഡ് വിത്ത് റോളർ സപ്പോർട്ടാണ്. അപ്പോൾ ഹിഞ്ച്ഡ് സപ്പോർട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായെന്ന് നോക്കിയാൽ ഇത് ഫിഗർ കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹിഞ്ച്ഡ് സപ്പോർട്ട് എന്ന് പറയുന്ന എ എന്ന് പറയുന്ന പോയിന്റിൽ ഹിഞ്ച്ഡ് സപ്പോർട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അവിടെ റിയാക്ഷൻസ് കൊടുക്കുമ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, ഇവിടെ സി എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്. ഡി എന്ന് പറയുന്ന പോയിന്റിൽ വെർട്ടിക്കലി ഡൗൺവാർഡ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് 10 കിലോ ന്യൂട്ടൺ. സി എന്ന് പറയുന്ന പോയിന്റിലും ഒരു വെർട്ടിക്കലി ഡൗൺവാർഡ് ഫോഴ്സ് ഉണ്ട്, അത് 20 കിലോ ന്യൂട്ടൺ. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സസ് മാത്രമാണ് വരുന്നതെങ്കിൽ ഈ എ എന്ന് പറയുന്ന പോയിന്റ് ഹിഞ്ച്ഡിൽ വരുന്ന റിയാക്ഷൻ, സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, ആ സർഫസിന് പെർപെൻഡിക്കുലർ തന്നെയായിരിക്കും. അതർവൈസ് ഇറ്റ് വിൽ ബി ഇൻക്ലൈൻ ടു ഈ ഒരു സർഫസ്, ഈ സർഫസിന് ഇൻക്ലൈൻഡ് ആയിരിക്കും. അപ്പോൾ ഇത് വെർട്ടിക്കൽ റിയാക്ഷൻ തന്നെ വരയ്ക്കാം. ഇവിടെ റോളർ സപ്പോർട്ടാണ്. ഹിഞ്ച്ഡ് ഉണ്ടെങ്കിലും ട്രയാങ്കിൾ കാണുമ്പോൾ നമുക്ക് ഹിഞ്ച്ഡ് ഉണ്ടെന്ന് മനസ്സിലായി, താഴെ റോളർ ഉണ്ട്. അപ്പോൾ റോളർ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒന്നിങ്ങനെയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അവിടെ എന്ത് മാത്രമേ വരത്തുള്ളൂ, സപ്പോർട്ട് റിയാക്ഷൻ എന്ന് പറയുന്നത് ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട്. അപ്പോൾ ഇവിടെ എന്താണ്, വെർട്ടിക്കലായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെല്ലാം ഇടയ്ക്കുള്ള ലെന്തുകൾ എന്ന് പറയുന്നത് 2 മീറ്റർ 2 മീറ്റർ 2 മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന 3 ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്തിട്ട് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0, സം ഓഫ് ഹൊറിസോണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. അത് വൈ ഡയറക്ഷൻ, അതായത് വൈ ഡയറക്ഷനുള്ള ഫോഴ്സ് എല്ലാം കൂടെ അതിൻ്റെ വെർട്ടിക്കൽ ഡയറക്ഷനുള്ള സം ഓഫ് ഫോഴ്സ് 0, എക്സ് ഡയറക്ഷനുള്ള ഹൊറിസോണൽ ഡയറക്ഷനുള്ള ഫോഴ്സിൻ്റെ സം ഈക്വൽ ടു 0. മൊമെൻറ്റ് എബൌട്ട് എ സർട്ടിക്കുലർ പോയിന്റ് ഈസ് ഈക്വൽ ടു എന്താണ് 0. ഏത് പോയിന്റിലെടുത്താലും മൊമെൻറ്റ് എബൌട്ട് ദാറ്റ് പോയിന്റ് വിൽ ബി ഈക്വൽ ടു 0. ഇത് ക്ലോക്ക് വൈസിന് ഈ ഒരു ആംഗിളും ആൻറ്റി ക്ലോക്ക് വൈസിന് വേറൊരു സൈൻ കൺവെൻഷൻ ഉപയോഗിച്ചിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും, അല്ല കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഞാൻ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ്, ഹോറിസോണൽ ഫോഴ്സ് എടുക്കേണ്ട കാര്യമല്ല, ഇവിടെ ഹോറിസോണൽ ഫോഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഇവിടെ എടുത്ത് ഉപയോഗിക്കാൻ പോവാണ്. അപ്പോൾ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എഫ് എക്സ് എന്ന് പറയുന്ന മുകളിലേക്ക് പോകുന്ന ഫോഴ്സിന് പോസിറ്റീവും താഴേക്ക് വരുന്ന ഫോഴ്സിന് നെഗറ്റീവും, ഹോറിസോണൽ ആണെങ്കിൽ റൈറ്റിലേക്ക് പോകുന്ന പോസിറ്റീവും ലെഫ്റ്റിലേക്ക് പോകുന്ന നെഗറ്റീവും ഇട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് മുകളിലേക്ക് പോകുന്ന ഫോഴ്സാണ് RA, ദാറ്റ് ഈസ് ഡയറക്ഷൻ RA എന്ന് പറയുന്ന മുകളിലേക്ക് അത് പോസിറ്റീവായിട്ട് ഇട്ടു പ്ലസ് RA. താഴേക്ക് വരുന്നതാണ് -10, പിന്നെ താഴേക്ക് വരുന്നതാണ് -20. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാം, RA ടു -20 -10 -20, പിന്നെ മുകളിലേക്ക് RB, -RB വരില്ല പ്ലസ് RB വരും. കാര്യം RB മുകളിലേക്കുള്ള പോസിറ്റീവായിട്ടും താഴേക്കുള്ള ഞാൻ എന്ത് എഴുതു, നെഗറ്റീവായിട്ട് എടുത്തതുകൊണ്ട് ഇങ്ങനെ വന്നു. ഇതിൻ്റെ സമ്മ് എടുക്കുമ്പോഴത്തേക്ക് 0 കിട്ടും. ഇതൊന്നും ഞാൻ വീണ്ടും പറയേണ്ട കാര്യമല്ല, കാര്യം ഫസ്റ്റ് നോട്ടിലൊക്കെ ആവശ്യം പോലെ ചെയ്തതാണ്. ഒരുപാട് നാളായി വീഡിയോസ് അപ്ലോഡ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഇത് ഒന്നുകൂടെ ഒന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് എന്താണ്, RA പ്ലസ് RB -30 കിട്ടും, അതങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ +30 എന്ന് കിട്ടും, ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ RA RBയിലുള്ള ഒരു ഇക്വേഷനായി. ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റ് എ എന്നോ ബി എന്നോ, അപ്പോൾ സിഗ്മ എഫ്, അതായത് സിഗ്മ മൊമെൻറ്റ് അറ്റ് എ, അതായത് മൊമെൻറ്റ് അറ്റ് എ എടുത്തിട്ട് ആ മൊമെൻറ്റിൻ്റെ സം എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു, എനിക്ക് എന്തെന്ന് ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും, സം ഓഫ് മൊമെൻറ്റ്സ് അബൌട്ട് എ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ സം ഓഫ് മൊമെൻറ്റ്സ് അബൌട്ട് എ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ വരുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഫോഴ്സിൻ്റെ മൊമെൻറ്റ്, ഈ 10 എന്ന് പറയുന്ന ഫോഴ്സിന് ഒരു മൊമെൻറ്റ് ഉണ്ടാവും, 20 എന്ന് പറയുന്ന ഈ ഫോഴ്സിന് ഒരു മൊമെൻറ്റ് ഉണ്ടാവും, RB എന്ന് പറയുന്ന ഈ ഫോഴ്സിന് ഒരു മൊമെൻറ്റ് ഉണ്ടാവും വിത്ത് റെസ്പെക്ട് ടു എ. RAക്ക് ഒരു മൊമെൻറ്റ് ഇല്ല, കാര്യം അത് എ കൂടെ പോകുന്നതുകൊണ്ട് ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കാനായിട്ട് നമുക്കില്ല. എ കൂടെ പോകുമ്പം RA ഇൻറ്റു ആ ഡിസ്റ്റൻസ് ഇല്ല, ഡിസ്റ്റൻസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് RAക്ക് മൊമെൻറ്റ് ഇല്ല. ബാക്കി ഉള്ള എ നമ്മൾ പൊത്തിപ്പിടിച്ചു, ബാക്കിയുള്ള ഫോഴ്സസിനൊക്കെയാണ് മൊമെൻറ്റ് വരുന്നത്. അപ്പോൾ 10 എന്ന് പറയുന്നത് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, മൊമെൻറ്റ് എന്ന് പറയുന്നത് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു എന്താണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദാറ്റ് പോയിന്റ്. അപ്പോൾ എ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ 10നെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 10 ഇൻറ്റു എന്താണ് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്, ആ എ എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയും നോക്കുക, 2 ആണ്. അപ്പോൾ 10 ഇൻറ്റു 2 ആണ് അവിടുത്തെ മൊമെൻറ്റ്. ഇനി അത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് നോക്കുക. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഉണ്ട്, ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറ്റി വരച്ചാൽ ഇത് 10 എന്ന് പറയുന്ന സാധനം, ഇവിടെ 2 എന്ന് പറയുന്ന സാധനം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ, എ ഫിക്സഡ് ആണ്,
10 ഒരു ഫോഴ്സ് ആക്ട് ചെയ്താൽ ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് ദിസ് എൻഡർ സ്പാൻ അല്ലെങ്കിൽ ഈ എൻഡർ ലെങ്ത് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് എങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യും? എ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. Therefore it will be treated as a clockwise moment. ഇതിന് ക്ലോക്ക് വൈസിന് ഞാനിപ്പം ക്ലോക്ക് വൈസിന് ഞാൻ ഈ ഒരു കേസിൽ ക്ലോക്ക് വൈസിന് ഞാൻ നെഗറ്റീവ് എന്നും ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റിന് ഞാൻ എന്തെന്ന് കൊടുക്കുന്നു? പോസിറ്റീവ് എന്ന് എടുക്കുകയാണെങ്കിൽ ഈ 10 × 2 എന്ന് പറയുന്നത് മൈനസ് വാല്യൂ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്ത ഫോഴ്സ് വന്നു 20 ഇൻറ്റു എ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 + 2 ദാറ്റ് ഈസ് 20 × 4. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ? അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസിൽ 20 ഇങ്ങനെ ആക്ട് ചെയ്താൽ എ നമ്മൾ പൊത്തിപ്പിടിച്ചു, 20 ഇങ്ങനെ ആക്ട് ചെയ്താൽ ഇറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. Therefore it is also clockwise moment. It is also a clockwise moment. Therefore it will be treated as the negative. It can be treated as negative. നെഗറ്റീവായിട്ട് എടുക്കുക, നെഗറ്റീവായിട്ട് എടുത്തു, -20 × 4. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? നെഗറ്റീവ് ഇട്ടു. ഇനി നെക്സ്റ്റ് ആർ ബി എന്ന് പറയുന്നത് RB ഇൻറ്റു വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? ഈ ബി മുതൽ എ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 + 2 + 2 ദാറ്റ് മീൻസ് 6 ആണ്. ഇനി അതെന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമുക്കിങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്യുന്നു? എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഞാൻ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് ഇതിൻ്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഇനി വേറെ മൊമെൻറ്റുകളൊന്നുമില്ല അല്ലേ? അപ്പോൾ മൊമെൻറ്റൊന്നുമില്ല. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 0. നമുക്ക് സിംപ്ലി താഴേക്കുള്ള ഫോഴ്സിൻ്റെ എല്ലാം എന്താണ് നെഗറ്റീവ് എടുത്താൽ മുകളിലേക്കുള്ള എല്ലാം പോസിറ്റീവ് എടുക്കാമെന്ന് പറയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ എക്ക് റൈറ്റ് സൈഡിലുള്ള ഫോഴ്സസ് മാത്രമേ എടുത്തുള്ളൂ. ലെഫ്റ്റിലോട്ട് ഫോഴ്സസ് എക്ക് ലെഫ്റ്റിലോട്ടും ഫോഴ്സസ് ഉണ്ടെങ്കിൽ അത് തിരിയും. അത് പ്രശ്നമുണ്ട്. കാര്യം നമുക്ക് ഇങ്ങനെ താഴേക്കുള്ളത് ഇപ്പം എക്ക് റൈറ്റ് സൈഡിലേക്കുള്ള താഴേക്കുള്ള ഫോഴ്സിൻ്റെ എല്ലാ മൊമെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ മുകളിലേക്കുള്ള ഫോഴ്സിൻ്റെ എല്ലാ മൊമെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ എക്ക് ലെഫ്റ്റ് സൈഡിൽ ഫോഴ്സസ് ഉണ്ടായിരുന്നെങ്കിൽ അത് നേരെ തിരിയും. അപ്പോൾ അങ്ങനെ വരുന്ന കൺഫ്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലോക്ക് വൈസ് എല്ലാം നെഗറ്റീവ് എന്നും ആൻറ്റി ക്ലോക്ക് വൈസ് എല്ലാം പോസിറ്റീവ് എന്നും പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മുതൽ താഴേക്കുള്ള എല്ലാം നെഗറ്റീവായിട്ട് എടുത്തു, മുകളിലേക്കുള്ള എല്ലാം പോസിറ്റീവായിട്ട് എടുത്തു എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകത്തേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു പോവാണ്. ആക്ച്വലി അങ്ങനെ ഇപ്പോൾ താഴേക്കുള്ളതെല്ലാം പോസിറ്റീവ് ഇതെടുത്താൽ മുകളിലേക്കുള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞെടുക്കുക. മൊമെൻ്റ് എടുക്കുമ്പോഴത്തേക്ക് ഈ സൈഡ് മാറുന്നതനുസരിച്ച് അവിടെ എന്ത് വരും? കൺഫ്യൂഷൻസ് വരും എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് പറയാതെ ഇതിൻ്റെ ഒരു രീതിയിൽ തന്നെ പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ എടുത്താലും ശരി തന്നെയാണ്. അതായത് റൈറ്റ് സൈഡിലോട്ട് മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ലെഫ്റ്റ് സൈഡിൽ ഫോഴ്സസ് ഒന്നും ഇല്ലായെങ്കിൽ അങ്ങനെ എടുത്തതെന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ഇനി ഇവിടെ എന്താണ്? -20 കിട്ടും, -80 കിട്ടും, പ്ലസ് RB ഇൻറ്റു 6 കിട്ടും ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ നിന്ന് RB ഇൻറ്റു 6 എന്ന് പറയുന്ന സാധനം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ -100, റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 100 കിട്ടും. RB കണ്ടുപിടിക്കാൻ 100 എന്ത് ചെയ്ത് കൊടുത്താൽ മതി? 6 ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ വാല്യൂ 16.67 kN എന്ന് കിട്ടി. 16.67 kN എന്ന് കിട്ടി. ഇനി അടുത്തൊരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ RB എന്ന് പറയുന്ന സാധനം കിട്ടിയെങ്കിൽ RA കണ്ടുപിടിക്കണം. RB + RA, RB ഈസ് ഈക്വൽ ടു ഇതാണ്. ഇവിടെ നിന്ന് RA കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 30 - RB ആണ്. അപ്പോൾ 30 - RB എന്ന് പറയുന്നത് 30 - 16.67 എന്ന് പറയുന്ന വാല്യൂ, 30 - 16.67 എന്ന് പറയുന്ന വാല്യൂ ചെയ്യുമ്പോഴത്തേക്ക് 13.33 ന്യൂട്ടൺ അല്ല കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഇത്രയാണ് RAയും RBയുടെയും പരിപാടികളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ RA ആയി, RB ആയി, നമ്മുടെ സപ്പോർട്ട് റിയാക്ഷൻസ് ആയി. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ തിയറി പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മുടെ ബീമിൽ ഇൻക്ലൈൻഡ് ഫോഴ്സസ് വരുവാണെങ്കിൽ നമ്മൾ ഹിഞ്ച്ഡ് സപ്പോർട്ട് എടുക്കുമ്പോഴത്തേക്ക് അവിടുത്തെ റിയാക്ഷനും ഇൻക്ലൈൻഡ് ആയിട്ട് വരും. വെർട്ടിക്കലി ഇൻക്ലൈൻഡ് ആയിട്ട് തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ സർഫസിന് ഇൻക്ലൈൻഡ് ആയിട്ട് തന്നെ ആയിരിക്കണം എടുക്കേണ്ടത്. സർഫസിന് പെർപെൻഡിക്കുലർ വരത്തില്ല. അപ്പം സർഫസിന് 90 ഡിഗ്രി ഇൻക്ലിനേഷൻ വരത്തില്ല. സർഫസിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ, അതായത് വെർട്ടിക്കുലറായിട്ട് ആ ഒരു സർഫസിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കും അത്. അപ്പോൾ ദ ബീം ഓഫ് 6 meter long ഈസ് ലോഡഡ് അറ്റ് ഷോൺ ഇൻ ഫിഗർ, കാൽക്കുലേറ്റ് ദ റിയാക്ഷൻ. ക്വസ്റ്റ്യൻ ഒക്കെ സെയിം ആണ്. നമ്മൾ നോക്കിയേ, ഈ സപ്പോർട്ട് റിയാക്ഷൻ വരിക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ എന്ത് ചെയ്തു? A എന്ന് പറയുന്ന പോയിൻറ്റും B എന്ന് പറയുന്ന പോയിൻറ്റും മാർക്ക് ചെയ്തു. അപ്പം എന്നിട്ട് ഇവിടെ D എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, ഇതിനിടയ്ക്ക് C എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സിലും ഇവിടെ റിയാക്ഷൻസ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ B എന്ന് പറയുന്ന പോയിൻറ്റിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് അവിടെ റോളർ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ റിയാക്ഷൻ തന്നെയായിരിക്കും. RB എന്ന് പറയുന്നത് വെർട്ടിക്കൽ തന്നെയായിരിക്കും. നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഹിഞ്ച്ഡ് സപ്പോർട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തിനെക്കുറിച്ച് ആലോചിക്കണം? ഇതിനകത്ത് ആക്ട് ചെയ്യപ്പെടുന്ന ലോഡിനെ കുറിച്ച് ആലോചിക്കണം. ലോഡ് ഇത് വെർട്ടിക്കലാണ്, പക്ഷേ ഇത് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ഇത് ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് RA എന്ന് പറയുന്ന റിയാക്ഷൻ വിൽ ബി ഇൻക്ലൈൻഡ്.
RA എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിരിക്കും. അപ്പോൾ RA എന്ന് പറയുന്ന റിയാക്ഷൻ ഇൻക്ലൈൻഡ് ആണെങ്കിൽ അത് ഇൻക്ലൈൻഡ് ചെയ്ത് നിൽക്കുന്ന ആംഗിൾ ഞാൻ ഡിഫൈൻ ചെയ്തു തീറ്റ. അപ്പോൾ RA എന്ന് പറയുന്നതിന് ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും, RA എന്ന് പറയുന്നതിന് ഒരു ഹോറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും. ഈ RAയുടെ ഹോറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്ന RAH എന്നും വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്ന RAV എന്നും പറഞ്ഞു. ഇതിൻ്റെ ആംഗിൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ വെർട്ടിക്കലിലേക്ക് റിസോൾവ് ചെയ്താൽ ഇതിൻ്റെ എന്താണ് ആരോ എന്ന് പറയുന്ന മേളിലേക്ക് തന്നെ ഇരിക്കും. ഇത് ഹോറിസോണ്ടലിലേക്ക് റിസോൾവ് ചെയ്താൽ ഇതിൻ്റെ ആരോ എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് ഇരിക്കും? റൈറ്റ് സൈഡിലേക്ക് ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ RA എന്ന് പറയുന്ന സാധനം നമ്മളങ്ങ് മാറ്റിവെച്ചു. RAV RAH എന്ന് പറയുന്ന രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഇവിടെ ആക്ട് ചെയ്യുന്നു, അത് വെർട്ടിക്കലാണ്, അതുകൊണ്ട് ഞാൻ 10 കിലോ ന്യൂട്ടൺ ആയിട്ട് തന്നെ ഇട്ടു. ഇനി ഇതിനെയും റിസോൾവ് ചെയ്യണം. ഇതിനെയും റിസോൾവ് ചെയ്ത് ഞാൻ രണ്ട് ആംഗിൾസിൽ ഇതിൽ എഴുതാൻ പോവുകയാണ്. കാര്യം ഞാൻ വെർട്ടിക്കൽ ഹോറിസോണ്ടൽ വെച്ചുള്ള പരിപാടികളെ നോക്കുന്നുള്ളൂ. ദാറ്റ് മീൻസ് 20 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നതിനെ വെർട്ടിക്കലി ഞാൻ റിസോൾവ് ചെയ്യുന്നു, വെർട്ടിക്കലി റിസോൾവ് ചെയ്യുന്നു, ഹോറിസോണ്ടൽ. വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോൾ 20 എന്ന് പറയുന്നത് ഹോറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ആണ്. അപ്പം ഹോറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് ഇരിക്കും അല്ലേ? ഹോറിസോണ്ടൽ കമ്പോണൻ്റ് ഇങ്ങനെ ഇരിക്കും. കാര്യം എന്താ? ഞാൻ ഇതിനെ ഹോറിസോണ്ടലിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വെച്ചാൽ ആരോ ഇങ്ങോട്ടിരിക്കും, ലെഫ്റ്റ് സൈഡിലേക്ക് ഇരിക്കും. ഈ ആരോ ഉള്ള കമ്പോണൻ്റിൻ്റെ വാല്യൂ എന്താ? 20 ഇൻറ്റു cos 60 ആയിരിക്കും ആ ഹോറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 20 cos 60 ആണ് അവിടുത്തെ എന്ത് കമ്പോണൻ്റ് എന്ന് പറയുന്നത്? ഹോറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഇനി അവിടുത്തെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഞാൻ വെർട്ടിക്കലിലേക്ക് വെച്ചാൽ ആരോ ഇങ്ങോട്ടിരിക്കും, താഴെപ്പോട്ടിരിക്കും, താപ്പോട്ടിരിക്കും. അപ്പോൾ താഴേക്കായിരിക്കും ആരോ കിട്ടുന്നത്. അപ്പോൾ 20 ഇൻറ്റു അത് എന്ത് കമ്പോണൻ്റ് ആയിരിക്കും? sin 60 ആയിരിക്കും. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. 60 എന്ന് പറയുന്നത് ഹോറിസോണ്ടലായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്, അത് കോസും, മറ്റത് എന്ത് ഇടുക? സൈൻ ഇടുക. ആരോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാര്യം ഡയറക്ഷൻ വെച്ചുള്ള കളികളാണ്. ഇത് ഞാൻ ഒന്നുകൂടി എളുപ്പത്തിന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് ഞാൻ മാറ്റി വരച്ചാൽ, ഈ കോംപ്ലിക്കേഷൻസ് ഒക്കെ മാറ്റിയിട്ട് എയിലും ബിയിലും വെച്ച് വരയ്ക്കുവാണെങ്കിൽ ഇവിടെ ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട് RAV, ഇവിടെ ഒരു ഹോറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട് RAH. ഇതിൻ്റെ റിസൾട്ടൻ്റ് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് D എന്ന് പറയുന്ന പോയിന്റിൽ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു വെർട്ടിക്കലി ഡൗൺവാർഡ് ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. C എന്ന് പറയുന്ന പോയിന്റിൽ നമുക്കൊരു വെർട്ടിക്കലി ഡൗൺവാർഡ് ഫോഴ്സ് ഉണ്ട്, വിറ്റ് ഈസ് 20 sin 60 എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്. ഇവിടെ ഹോറിസോണ്ടൽ ഫോഴ്സും ഓഫ് കോഴ്സ് ദർ വിൽ ബി എ ഹോറിസോണ്ടൽ ഫോഴ്സ്. അതായത് ഇങ്ങോട്ട് അപ്പുറത്തോ എവിടെ വേണോ മാർക്ക് ചെയ്യാം. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്തോട്ട് ഇട്ടത്. 20 cos 60 അതെന്ന് പറയുന്നത് 20 എന്താണ്? cos 60 ആണ്. ഇനി ഇവിടെ ഉള്ള വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് RB. അത് RABH എന്നോ RBV എന്നും ഇല്ല. അപ്പോൾ ഇതാണ് ഈ രണ്ട് ക്വസ്റ്റ്യനും തമ്മിലുള്ള ഡിഫറൻസ്. സെയിം സാധനം ഹിഞ്ചഡ് വന്നപ്പോൾ ഉള്ള വ്യത്യാസം എന്താ മനസ്സിലാക്കുക. ചെയ്യുന്നതെല്ലാം സെയിം. സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ വെർട്ടിക്കലി മുകളിലേക്ക് പോകുന്ന ഫോഴ്സസിൻ്റെ എല്ലാം കൂടെ സം 0 ആണ്. മുകളിലോട്ട് പോകുന്ന പോസിറ്റീവ് എടുക്കുക, താഴോട്ട് വരുന്ന നെഗറ്റീവ് എടുക്കുക. മുകളിലോട്ട് പോകുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്ന RAV ആണ്. RAV ഞാൻ പോസിറ്റീവായിട്ട് ഇവിടെ എടുത്തു, പ്ലസ് RAV. ഇനി താഴേക്ക് വരുന്നതാണ് അപ്പം 10, അതുകൊണ്ട് -10. താഴേക്ക് വരുന്നതാണ് 20 sin 60. ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, നമ്മൾ ഹോറിസോണ്ടൽ അല്ലേ എടുക്കുന്നത്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ X എന്നല്ലേ കൊടുത്തേക്കുന്നത്, FY ആണ് കേട്ടോ. വെർട്ടിക്കൽ FY എന്നാണ്. ഇവിടെ FY ഈക്വൽ ടു 0, Y അല്ലേ വെർട്ടിക്കൽ. അപ്പോൾ സിഗ്മ FY ഈക്വൽ ടു 0 എന്ന് പറയുന്ന സാധനം. അപ്പം പ്ലസ് RAV -10. പിന്നെ അടുത്തെന്താണ്? ഇത് താഴേക്കല്ലേ വരുന്നത്. അപ്പോൾ -20 ഇൻറ്റു എന്താണ്? sin 60 ഡിഗ്രി. പിന്നെ വെർട്ടിക്കൽ മുകളിലേക്ക് പ്ലസ് RB ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വന്നു? 0 എന്ന് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? RA RVയും നമുക്ക് അൺനോൺസ് ആണ്, അതിവിടെ ഇടാം. ബാക്കി എന്ന് പറയുന്നത് RAV -10 -20 ഇൻറ്റു sin 60. 20 sin 60 എന്ന് പറയുന്നത് -17.32 പ്ലസ് RB ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? RAV പ്ലസ് RB ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ -27 വരില്ലേ, -27 അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 27.32 കിലോമീറ്റർ. ഇക്വേഷൻ നമ്പർ 1 ഫസ്റ്റ് ഇക്വേഷനായി. അപ്പം ഒരു സംഭവം അവിടെ വെച്ചു അവസാനിച്ചു. അപ്പോൾ സിഗ്മ FY ഈക്വൽ ടു 0 എന്ന് പറയുന്ന സാധനം അവിടെ സെറ്റായി. ഇനി അടുത്ത സിഗ്മ എന്തെടുക്കുക? സിഗ്മ FX ഈക്വൽ ടു 0, ഹോറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0. അപ്പോൾ സിഗ്മ FX ഈക്വൽ ടു 0 എടുക്കണമെന്ന് നമ്മളിപ്പം നോക്കുമ്പോൾ സിഗ്മ FX ഈക്വൽ ടു 0 ആകുമ്പം ഇവിടെ രണ്ട് ഫോഴ്സേ ഹോറിസോണ്ടലുള്ളൂ, ഒന്നിതും അടുത്തൊന്നിതും.
അപ്പോൾ അങ്ങോട്ടുള്ളത് അതായത് സെഗ്മെൻറ്റ് ഇത് അങ്ങോട്ടുള്ളത് പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ളത് എന്തെടുക്കുക, നെഗറ്റീവ് എടുക്കുക എക്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അങ്ങോട്ടുള്ളത് RAH എന്ന് പറയുന്ന എയുടെ ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് ഈസ് പോസിറ്റീവ് റൈറ്റ് സൈഡിലോട്ട്. ഇവിടെ എന്തുണ്ട്, -20 ഇൻറ്റു cos 60 ഉണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 0 എന്ന് എഴുതാം. ഇവിടെ നിന്ന് RAH ഡയറക്റ്റ് കിട്ടും, നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, ഇതങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. 20 cos 60 എന്ന് കിട്ടും. അപ്പോൾ 20 cos 60 എന്ന് പറയുന്നത് RAH, നിങ്ങൾ 20 cos 60 ഇതിലടിച്ച് നോക്കുക, ചെയ്യുമ്പോൾ കിട്ടുന്ന cos 60 1/2 അല്ലേ, അപ്പോൾ 10 കിലോന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് RAH ആയി AVയും RBയും വേണം. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് മൊമെൻറ്റ് എബൌട്ട് എ പർട്ടിക്കുലർ പോയിന്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സം ഓഫ് മൊമെൻറ്റ് എബൌട്ട് A ഈക്വൽ ടു 0 എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ എയിൽ കൂടെ കടന്നു പോകുന്ന ഫോഴ്സസിനൊന്നും മൊമെൻ്റ് ഇല്ല. ഒന്ന് ആലോചിച്ചേക്ക്, RAH എന്ന് പറയുന്നത് എയിൽ കൂടെ കടന്നു പോകുന്ന ഫോഴ്സാണ്, ദെർഫോർ ഇതിനെന്തില്ല, മൊമെൻ്റ് ഇല്ല. RAV എന്ന് പറയുന്നത് എയിൽ കൂടെ കടന്നു പോകുന്ന ഫോഴ്സാണ്, അതിന് മൊമെൻ്റ് ഇല്ല. ഇനി ഇത് D കൂടെ പോകുന്ന ഫോഴ്സാണ്, ഇതിന് രണ്ടിനും ഇടയ്ക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരും, കാര്യം ഇത് 2 ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്, അപ്പം ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് മൊമെൻ്റ് ഉണ്ട്. 20 sin 6, അപ്പം 10ന് എന്തുണ്ട്, ഇതിന് മൊമെൻ്റ് ഉണ്ട്, ഇതിനും അതേപടി തന്നെയാണ്, ഇത് C കൂടെ കടന്നു പോകുന്നു, ഇതിനും ഇടയ്ക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരും, അതുകൊണ്ട് മൊമെൻ്റ് ഉണ്ട്. പിന്നെ 20 cos 60 പോകുന്നതും എന്തിൽ കൂടെ തന്നെയാണ്, A കൂടെ തന്നെയാണ്, അപ്പോൾ അതിന് മൊമെൻ്റ് ഇല്ല. ഈ 20 cos 60 നമ്മൾ മൊമെൻ്റ് കണ്ടുപിടിക്കാൻ എടുക്കണ്ട. പിന്നെ RB എന്ന് പറയുന്നത് B കൂടെ കടന്നു പോകുന്നത്, അപ്പം നിങ്ങൾ ആലോചിക്കും ഇത് C കൂടെ അല്ലേ പോകുന്നത്, C കൂടെ ലൈൻ ഓഫ് ആക്ഷൻ വരച്ച് നോക്കണം, C കൂടെ അല്ല, അത് C കൂടെ A കൂടെയും പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് A കൂടെ പോകുമ്പോൾ 20 cos 60ക്ക് മൊമെൻ്റ് ഇല്ല, വിത്ത് റെസ്പെക്ട് ടു Aക്ക് മൊമെൻ്റ് ഇല്ല. ഇനി ലൈൻ ഓഫ് ആക്ഷൻ ഇതായ ട്രാൻസ്മിസിബിൾ ആണല്ലോ ഫോഴ്സ്. ഇനി B എന്ന് പറയുന്ന പോയിന്റ് എടുക്കുമ്പോഴത്തേക്ക് B കൂടെ പോകുന്ന RBക്ക് എന്തുണ്ട്, മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വട്ടം ഇട്ടേക്കുന്ന ഈ 3 ഫോഴ്സിൻ്റെ മൊമെൻ്റ് ഇവിടെ വന്നിരിക്കണം. അപ്പോൾ ഫസ്റ്റ് അത് തെറ്റിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വെച്ചത്, ഈ 3 മൊമെൻ്റ് ഇവിടെ വരണം. 10 ഇൻറ്റു താഴേക്കുള്ള എല്ലാം പോസിറ്റീവ്, 10 മൈനസ് എടുക്കുന്നു, മുകളിലേക്കുള്ള എല്ലാം 10 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് എത്ര, 10 ഇൻറ്റു 2, അത് ഞാൻ എന്ത് ചെയ്യുന്നു, പോസിറ്റീവായിട്ട് എടുക്കുന്നു നോക്കുക. എന്നാൽ മറ്റത് എന്തെടുക്കുക, നെഗറ്റീവ് എടുക്കുക. ഇവിടെ നേരെ തിരിച്ചാണ് എടുത്തത്, ഇവിടുത്തെ കൺവെൻഷൻ അല്ല ഇവിടെ എടുത്തത്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ 10 ഇൻറ്റു 2 പോസിറ്റീവ് എടുത്തു. അപ്പം അടുത്ത എന്ത് ഇടും, +20 ഇൻറ്റു sin 60 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന്. അപ്പോൾ ഇതാണ് ഫോഴ്സ് ഇൻറ്റു ഇവിടെ നിന്ന് ഇതൊരു ഡിസ്റ്റൻസ് എത്ര, 2 + 2 ദാറ്റ് മീൻസ് 4, അതും പോസിറ്റീവ് എടുത്തു. താഴേക്കുള്ളത് പോസിറ്റീവ് എടുത്തു. മുകളിലേക്കുള്ളത് RB ഇൻറ്റു നെഗറ്റീവ് എടുക്കണം അല്ലേ, RB ഇൻറ്റു ഏത് ഡിസ്റ്റൻസ്, ഇവിടെ നിന്ന് ഇതൊരു ഡിസ്റ്റൻസ് 6 വിച്ച് ഇസ് ഈക്വൽ ടു 0 അല്ലേ. ഇതിൽ അൺനോൺ ആയിട്ട് RB മാത്രമല്ലേ ഉള്ളൂ, ഇതെല്ലാം അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് RBക്ക് വാല്യൂ കിട്ടത്തില്ലേ. RBയുടെ വാല്യൂ വന്നിട്ട് RBയുടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് RB ഈസ് ഈക്വൽ ടു 14.88 ന്യൂട്ടൺ എന്നാണ്. പ്ലസ് മൈനസ് കൊണ്ട് മാറിപ്പോയാൽ എന്തോ. ഓക്കെ, അപ്പോൾ RBയുടെ വാല്യൂ നമുക്കവിടെ എന്തായി, നോണായി. വി ഗോട്ട് ദ വാല്യൂ ഓഫ് RB. ഇനി RB കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് എന്താണ്, ഇവിടെ നിന്ന് RAV കണ്ടുപിടിച്ചൂടെ. അപ്പോൾ ഈ ഒരു സാധനത്തിൽ നിന്ന് RAV കിട്ടുമല്ലോ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ RAV ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 27.32 മൈനസ് RB എന്ന് കിട്ടും. RB ഇവിടെ ഉള്ളതുകൊണ്ട് ആ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 27.32 മൈനസ് 14.88 ന്യൂട്ടൺ. അപ്പോൾ RAVയുടെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 12.44 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ന്യൂട്ടൺ അല്ല, കിലോ ന്യൂട്ടൺ ആണ്, കിലോ ന്യൂട്ടൺ. കാര്യം എല്ലാം കിലോ ന്യൂട്ടൺ അല്ലല്ലോ തന്നിരിക്കുന്നത്, നമുക്ക് 10 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ RAV കിട്ടി. അപ്പോൾ എല്ലാ സാധനങ്ങളും ആയി. ഇനി നമുക്ക് ഇവിടുത്തെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, അതായത് അവിടുത്തെ RA എത്രയാണ്. അപ്പോൾ അതൊരു ട്രയാങ്കിളായിട്ട് എടുത്താൽ മതി. നമ്മളൊരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇതെന്ന് പറയുന്നത് നമ്മുടെ RA എന്ന് പറയുന്ന അവിടുത്തെ റിസൾട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ടാവും, ഇവിടെ ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ് ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് RAVയും ഇത് RAHും അല്ലേ. RAHന് പാരലായിട്ട് നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം RAH. ഈ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റ എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ RA കണ്ടുപിടിക്കുന്നത് ഇത് പൈതഗോറസ് തിയറം വെച്ചിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും കൂടെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ പോരെ. അത് RAH സ്ക്വയർ പ്ലസ് എന്താണ് RAV സ്ക്വയർ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും, സ്ക്വയർ റൂട്ട് ഓഫ് RAH എന്ന് പറയുന്നത് RAH ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടിയിട്ടുണ്ട്. 10ൻ്റെ സ്ക്വയർ പ്ലസ് RAV എന്ന് പറഞ്ഞാൽ എത്രയാണ്, 12.44ൻ്റെ സ്ക്വയർ. ഇത് ചെയ്യുമ്പോഴത്തേക്ക് RAയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് 15.96 ന്യൂട്ടൺ എന്ന് കിട്ടും. RA കിട്ടി.
ഇനി തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ വി ക്യാൻ ഫൈൻഡ് തീറ്റയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, RAH ആണ്, ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് RAV ആണ്. ഇവിടെ നിന്ന് RAH എന്ന് പറയുന്നത് എത്രയാണ് നമുക്കറിയാം, 10 ആണെന്നറിയാം. RAV 12.44 ആണെന്നറിയാം. അവിടെ നിന്ന് തീറ്റ കണ്ടുപിടിക്കാൻ ടാൻ ഇൻവേഴ്സ് ഓഫ് 10/12.44 ചെയ്യുക. അപ്പോൾ ടാൻ ഇൻവേഴ്സ് ഓഫ് 10/12.44 ചെയ്യുമ്പോൾ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 38.79 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിവിടെ ഒരു ഫിഗർ വരയ്ക്കാം. ആ ഫിഗറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വി ഹാവ് ദ വാല്യൂ ഫോർ എന്താണ്, ഇവിടെ ആക്ട് ചെയ്യുന്ന RAയുടെ വാല്യൂ എനിക്കുണ്ട്. അത് ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യും. RA ഇങ്ങനെ ആക്ട് ചെയ്യും. അവൻ്റെ ആംഗിൾ തീറ്റ ആണെന്ന് എനിക്കറിയാം. ഇവിടെ ആക്ട് ചെയ്യുന്നത് RB ആണ്. ഇവിടെ ആക്ട് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 10 കിലോ ന്യൂട്ടൺ, അല്ല സോറി, ഫോഴ്സ് 10 കിലോ ന്യൂട്ടൺ. ഇവിടെ D, ഇവിടെ C, ഇവിടെ A, ഇത് B. ഇവിടെ ആക്ട് ചെയ്യുന്നത് എന്താണ്, ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്, 20 കിലോ ന്യൂട്ടൺ. അപ്പോൾ ഇവിടുത്തെ RAയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണെന്ന് എനിക്കറിയാം, 15.96 ന്യൂട്ടൺ ആണെന്നറിയാം. തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 38.79. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് വരച്ചു വെച്ചാൽ അത്രയും നല്ലതാണ്. ഇവിടെ ആ ഒരു രീതിയിൽ നേരത്തെ കിട്ടിയ സൊല്യൂഷൻ കിട്ടി എന്നുള്ള രീതിയിൽ അവിടെ അത് വരച്ചു വെച്ച് കഴിഞ്ഞാൽ അത് കൂടി നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു സാധനം വെച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യാനായിട്ടുള്ളത്, കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ 2 സാധനങ്ങൾ നല്ല വൃത്തിയോടെ നോക്കുക. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക്, ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നല്ലേ, അപ്പോൾ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ആക്ച്വലി കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യനാണെന്ന് പറയാം. എനിക്ക് തോന്നുന്നു, അല്ല മോഡൽ ക്വസ്റ്റ്യനാണെന്ന് പറഞ്ഞാൽ കിടക്കുക. ഈ സിലബസിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. സിലബസിലൊരു മോഡൽ ക്വസ്റ്റ്യൻ കാണുമല്ലോ, സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴേ നിങ്ങൾ കാണുമ്പോൾ തോന്നും ഇതെന്തോ വേറെ ഒരു സാധനമാണ്. ഇതെന്താ, ഹിഞ്ചഡ് സപ്പോർട്ടാണ്. ഇത് ഹിഞ്ചഡ് ആണെന്ന് നമുക്ക് എവിടെ നിന്ന് മനസ്സിലായി? നമ്മൾ നേരത്തെ പഠിച്ച സാധനം പഠിച്ചവർക്കേ ഹിഞ്ചഡ് ആണെന്ന് മനസ്സിലാവും. ഇതിലല്ല, ഈ ബുക്കിലല്ല, അല്ലെങ്കിൽ ഞാൻ മറിച്ച് കാണിച്ചത് തന്നെ. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സപ്പോർട്ട്സ് പഠിച്ചപ്പോഴത്തേക്ക് ഹിഞ്ചഡ് ആണെന്ന് മനസ്സിലായത്. ഇത് റോളർ സപ്പോർട്ടാണെന്ന് മനസ്സിലായി. ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കണം കേട്ടോ, ഒരു മാജിക് കാണിച്ചു തരാൻ നോക്കിയോ. ഇത് ഹിഞ്ചഡാണ്. ഹിഞ്ചഡ് നമ്മൾ സിമ്പിൾ ഉപയോഗിച്ച് വരച്ചാൽ ഇങ്ങനെ വരയ്ക്കും. ഇവിടെ റോളറാണെങ്കിൽ റോളർ ഇപ്പോൾ ഇങ്ങനെ റോളർ വെച്ച് ഇങ്ങനെ വരയ്ക്കും. ഓക്കെ, പ്രശ്നമില്ലല്ലോ. ഇവിടെ D എന്ന് പറയുന്ന ഫോഴ്സ് പോയിന്റിൽ 5 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ്, 2 കിലോ ന്യൂട്ടൺ. അതിന് വെർട്ടിക്കൽ ഹോറിസോണ്ടലാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആരോ താഴോട്ടായതുകൊണ്ട് ഇവിടെ ആരോ വെർട്ടിക്കൽ ആരോ താഴോട്ട്, പിന്നെ ഹോറിസോണ്ടലാക്കുമ്പോഴത്തേക്ക് ഇതിനെ ഇങ്ങോട്ട് വരച്ചുമ്പോൾ ആരോ ലെഫ്റ്റിലോട്ട്. ഹോറിസോണ്ടലിൻ്റെ കമ്പോണൻ്റെ പേര് 2 cos 60 എന്ന്, ഇതെന്ത് വരും, 2 sin 60. കാര്യം 60 ചേർന്ന് നിൽക്കുന്നത് കോസും മറ്റേ സൈനും ആയിരിക്കും. പിന്നെ ഇവിടെ താഴോട്ട് എത്രയുണ്ട്, 5 കിലോ ന്യൂട്ടൺ ഉണ്ട്. ഒരു മാജിക് കൂടെ കാണിച്ചു തരാം. ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻ ഞാൻ ഇവിടെ വരയ്ക്കാൻ വിട്ടു കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ വരയ്ക്കാം. ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻ എന്ന് വെച്ചാൽ സപ്പോർട്ട് റിയാക്ഷൻ ഇവിടെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി ഇൻക്ലൈൻഡ്. അത് ഇൻക്ലൈൻഡ് ആവാനുള്ള കാര്യം എന്താ, ഇവിടെ ഇൻക്ലൈൻഡ് ഫോഴ്സ് വരുന്നതുകൊണ്ട്, ഇത് ഹിഞ്ചഡ് ആയതുകൊണ്ടും. അപ്പോൾ ഹിഞ്ചഡ് ആയതുകൊണ്ടും അവിടെ ഇൻക്ലൈൻഡ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്തു, ഇൻക്ലൈൻഡ് റിയാക്ഷൻ എടുത്തു. അപ്പോൾ ഒരു RAV വരും, RAH വരും. നമ്മൾ നേരത്തെ ചെയ്ത മാതിരി RAV RAH വരും. ഇത് റോളർ സപ്പോർട്ട് ആയതുകൊണ്ട് വെർട്ടിക്കൽ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ, RB. അഥവാ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ സർഫസിന് പെർപെൻഡിക്കുലർ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ, RB. ഈ ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ഈ ചെയ്ത സാധനം ആലോചിച്ച് നോക്കിയാൽ ഇതേ സാധനം തന്നെയല്ലേ ഇതും. പിന്നെ ഇവിടെ ഒരു 5 ന്യൂട്ടൺ കിലോ ന്യൂട്ടറും കൂടെ ഇവിടെ വരുന്നുണ്ട്. ഈ 5 കിലോ ന്യൂട്ടൺ നമ്മളിപ്പോൾ RA എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ RBയുടെ കൂടെ പ്ലസ് ഇവിടെ എന്ത് വരും, ഇവിടെ ഒരു 5 കിലോ ന്യൂട്ടൺ കൂടെ പ്ലസ് 5 കിലോ, അപ്പോൾ -5 കിലോ ന്യൂട്ടറും കൂടെ ഇവിടെ വരും. അത് ഇതിപ്പോൾ ഒരു ഫോഴ്സ് അധികം വന്നെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. ആ ഫോഴ്സിൻ്റെ മൊമെൻറ്റും വരും. 5 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് നമ്മൾ മൊമെൻ്റ് അബൌട്ട് A എടുക്കുമ്പോഴും വരും. അപ്പോൾ ഈ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാവുന്നതല്ലേ ഉള്ളൂ. ഈ ഒരു സാധനം തന്നെയല്ലേ നമ്മൾ മുമ്പും ചെയ്തേ. അപ്പോൾ വീണ്ടും ചെയ്തുകൊണ്ട് നിൽക്കണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നോക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് RAH കണ്ടുപിടിക്കുക, RAV കണ്ടുപിടിക്കാൻ കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഇത് നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എന്താണ് ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ ലെവൽ, ഇപ്പോൾ ആപ്ലിക്കേഷൻ എന്നല്ല, ക്വസ്റ്റ്യൻ കണ്ടാൽ മനസ്സിലാവണമെങ്കിൽ ഞാൻ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒരു തവണയെങ്കിലും നോക്കി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആ പല ഒരു ക്വസ്റ്റ്യൻ അതേപടി വരെ നമ്മൾ എന്തായാലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഒരു ഡിഫറൻസ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും, ഉണ്ടാവും. അപ്പം ഡിഫറൻസ് ഉണ്ടാവുന്ന അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിക്കോളണം. അപ്പോൾ ഇതിനനുസരിച്ച് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ആൻസർ ഞാനിവിടെ ഇട്ടേക്കാം. നമ്മളിവിടെ θA കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് θA വന്നിട്ട് 13.97 ഡിഗ്രി കിട്ടും. ആൻസർ എത്ര പേർക്ക് കിട്ടുന്നുണ്ടോ എന്നറിയാലോ. RA എന്ന് പറയുന്ന റിസൾട്ടൻറ്റിൻ്റെ വാല്യൂ 4.14 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും.
പിന്നെ ആർ ബി എന്ന് പറയുന്ന റിയാക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7.7 കിലോ ന്യൂട്ടൺ എന്ന് കേട്ടോ. വേണമെങ്കിൽ ആർ എ വിയും ആർ എ ഇതും കൂടെ എഴുതാം. ആർ എ വിയുടെ വാല്യൂ എന്ന് പറയുന്നത് 4.02 കിലോ ന്യൂട്ടൺ എന്നും ആർ എ എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 കിലോ ന്യൂട്ടൺ എന്നും കിട്ടും. കാര്യം ആലോചിച്ചോളാം, നേരത്തെ പോയിന്റുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ 5 കിലോ ന്യൂട്ടൻ്റെ ഒരു എക്സ്ട്രാ മൊമെൻറ്റും കൂടെ അവിടെ വരും. 5 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, അതായത് 3 + 4 + 6 എന്ന് പറയുന്ന താഴോട്ടുള്ള ക്ലോക്ക് വൈസ് മൊമെൻറ്റ് കൂടി അവിടെ വരുമെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സിഗ്മ എഫ് വൈ എടുക്കുമ്പോഴും ആ ഒരു ഡിഫറൻസ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇനി നോക്കിയോ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകും. അപ്പോൾ ഇതൊരു ചെറിയൊരു ഡിഫറൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ എ ബീം 6 മീറ്റർ ലോങ് ഈസ് ലോഡഡ് ആർ ഷോൺ ഇൻ ഫിഗർ കാൽക്കുലേറ്റ്. നേരത്തെ ഫിഗർ ഇത് തന്നെയാണ്, പക്ഷേ വ്യത്യാസം എന്താ, അതായത് ഈ സാധനം ഇൻക്ലൈൻഡ് ആയിട്ട് വെച്ച് ഇൻക്ലൈൻഡ് സർഫസിലാണ് അത് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഇപ്പം നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നൊരു സാധനമാണ് റോളർ വന്നാൽ വെർട്ടിക്കൽ കൊടുക്കുക എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. ഇതിപ്പോൾ റോളർ സർഫസ് ഇങ്ങനെ റോളർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആർ ബി എന്ന് പറയുന്ന റിയാക്ഷൻ അങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അതേസമയം പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സർഫസ്. ആ സർഫസ് ആക്ച്വലി എത്ര ഡിഗ്രി ഇംഗ്ലണ്ട് ആണ്? 30 ഡിഗ്രി ഇംഗ്ലണ്ട് ആണ്. അപ്പോൾ ആ സർഫസിനാണ് അവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് എന്ത് വരേണ്ടത്? റിയാക്ഷൻ വരേണ്ടത്. അതായത് ഇതാണ് അവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത്, ആർ ബി എന്ന് പറയുന്ന റിയാക്ഷൻ. അപ്പോൾ ഇൻ എഫക്റ്റ് ഞാൻ എടുക്കുമ്പോൾ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ അവിടെ എന്ത് വരുന്നുണ്ട്? ഒരു ഇൻക്ലൈൻഡ് റിയാക്ഷൻ വരുന്നുണ്ട്. അവിടെ ഒരു ഇൻക്ലൈൻഡ് റിയാക്ഷൻ. അപ്പോൾ ആ ഇൻക്ലൈൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. പക്ഷേ അവിടുത്തെ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് 30 ആണെങ്കിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് മോഡ്യൂളിൽ പറഞ്ഞ പോലെ അത് പറയേണ്ട കാര്യമില്ല, നമുക്ക് കണ്ണുടച്ചുകൊണ്ട് തന്നെ പറയാം അവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും എന്നുള്ള കാര്യം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മളവിടെ സോൾവ് ചെയ്തതാണ്. ഇത് 80, ഇത് 90, അപ്പോൾ ഇത് 60 ആവും. ഇത് മൊത്തത്തിൽ 90 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആംഗിളും എത്ര തന്നെ ആയിരിക്കും? വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും 30 തന്നെ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു സാധനം വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ എന്താണ് ഫ്രീ ബോഡി ഡയഗ്രം ഞാൻ ജസ്റ്റ് ഒന്ന് താഴേക്ക് വരയ്ക്കുവാണ്. അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് എ എന്ന് പറയുന്ന പോയിൻറ്റ്, പിന്നെന്താണ് ബി എന്ന് പറയുന്ന പോയിൻറ്റ്. അപ്പോൾ എക്കും ബിക്കും ഇടയ്ക്ക് ഈ ഒരു സ്പാൻ. അപ്പോൾ എ എന്ന് പറയുന്ന പോയിൻറ്റിനും ബി എന്ന് പറയുന്ന പോയിൻറ്റിനും ഇടയ്ക്ക് ഈ ഒരു സ്പാൻ ഉണ്ടെങ്കിൽ അത് ഇൻ ബിറ്റ്വീനായിട്ട് ഡി എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ സി എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഇൻക്ലൈൻഡ് ആയിട്ടുള്ള റിയാക്ഷനാണ് ആർ എ. അപ്പോൾ നമ്മൾ ഒറ്റ ഇതിൽ നോക്കുമ്പം ഇത് റോളറല്ലേ, ആർ എ എങ്ങനെ ഇംഗ്ലണ്ട് വന്നു? സർഫസിന് അത് പെർപെൻഡിക്കുലർ തന്നെയാണ്, പക്ഷേ ആ സർഫസ് എത്ര ഡിഗ്രി ഇംഗ്ലണ്ട് ആയിപ്പോയി? 60 ഡിഗ്രി ഇംഗ്ലണ്ട്. അപ്പോൾ ആ റിയാക്ഷനും അത്ര ഡിഗ്രി ഇംഗ്ലണ്ട് ആവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇംഗ്ലണ്ട് റിയാക്ഷൻ എത്രയാണ് അതിൻ്റെ വാല്യൂ? ഇതെന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്ന് എനിക്കറിയാമല്ലോ. അപ്പോൾ ഇത് 30 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ 30 ഡിഗ്രി ഇംഗ്ലണ്ട് ആണെന്ന് എനിക്ക് അവിടെ അറിയാം. അപ്പോൾ ഇതിനൊരു വെർട്ടിക്കൽ ആൻഡ് ഹോറിസോണ്ടൽ കമ്പോണൻസ് ഒക്കെ നമുക്കവിടെ പറയാനായിട്ട് പറ്റും. അപ്പം ആർ എ എന്ന് പറയുന്ന ഈ സാധനത്തിന് ഒരു ഹോറിസോണ്ടൽ കമ്പോണൻറ്റും ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും വരും. ഇതെന്ന് പറയുന്നത് ആർ എ ഇൻറ്റു എന്തായിരിക്കും? സൈൻ 30 ആയിരിക്കും. അതായത് 30 ഉണ്ടാക്കുന്നത് വെർട്ടിക്കലുമായിട്ടാണ്. അപ്പോൾ ആ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് കോസ് കമ്പോണൻറ്റും കോസ് 30യും, മറ്റത് സൈൻ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന 2 കമ്പോണൻസ്. ഇനി ആർ എനെ കുറിച്ച് ആലോചിക്കേണ്ട, ഈ 2 കമ്പോണൻസ് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ സി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് എന്ത് വന്നു? 20 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് വന്നു. ഡി എന്ന് പറയുന്ന ചോദിക്കാൻ കൊള്ളാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ഡി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് എത്ര വന്നു? ഒരു 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് വന്നു. ഇനി ഇവിടത്തെയാണ് പ്രശ്നം. വീണ്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് ഹിഞ്ച്ഡാണ്. ഹിഞ്ച്ഡ് ആവുമ്പോൾ അവിടെ എന്തുണ്ടാവും? നമ്മൾ നോക്കും, ഇതൊന്നും എന്തല്ല, ഇംഗ്ലണ്ട് അല്ല. ഇംഗ്ലണ്ട് ആണെങ്കിൽ ഇവിടെ കൊടുത്താൽ പോരെ. ഇംഗ്ലണ്ട് ഉണ്ട്. എവിടെ ഉണ്ട്? ദാ കിടക്കുക. ഇവിടെ എങ്ങനെയായാലും ഈ ഒരു ബീമിൽ എവിടെയെങ്കിലും ഇംഗ്ലണ്ട് ഫോഴ്സ് ഉണ്ടോ? ഈ ആർ എയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും റിസൾട്ടൻ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആയിരിക്കും. അപ്പോൾ ഇംഗ്ലണ്ട് ആണെങ്കിൽ 2 കമ്പോണൻസ് ആക്കി നമുക്കതിനെ ആർ എ എന്ന് പറയുന്ന വെർട്ടിക്കൽ കമ്പോണൻറ്റും ദാറ്റ് ഈസ് ആർ എ എച്ചും, പിന്നെ ആർ എ എന്ന് പറയുന്ന സാധനം ഉൾപ്പെടുന്ന ഹോറിസോണ്ടൽ കമ്പോണൻറ്റും എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ എ എച്ച് ഹോറിസോണ്ടൽ, ആർ എ വി. ഈ ഇടയ്ക്ക് ഓരോന്ന് പോകുമ്പോഴത്തേക്ക് മിസ്റ്റേക്ക് വരുന്നതാണ്. ആർ എ വിയും കാണും. ഇതിനെ അങ്ങനെ നമ്മൾ തിരിച്ച് ചെയ്യേണ്ട. ആർ എ കോസ് 30, ആർ എ സൈൻ 30 എന്ന് ഇട്ടാൽ മതി. കാര്യം ഒരു അൺനോണേ ഉള്ളൂ. 30 നമുക്കറിയാമല്ലോ. ഇവിടെ നമുക്ക് തീറ്റ അറിഞ്ഞുകൂടാ. ഇവിടെ നമ്മൾ ഇംഗ്ലണ്ടായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തീറ്റ അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ആർ എ വി ആർ എ എച്ച് എന്ന് പറഞ്ഞിട്ടേക്കുന്നത്. ഇവിടെ തീറ്റ അറിയാമെന്നുള്ളതുകൊണ്ട് ആർ എ കോസ് 30, ആർ എ സൈൻ 30 എന്ന് പറഞ്ഞിട്ടാൽ മതി. നമുക്ക് ആർ എ മാത്രമേ അവിടെ അൺനോൺ ആയിട്ടുള്ളൂ. തീറ്റയും അൺനോൺ അല്ല. ഇവിടെ കോസ് സൈൻ 30 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വന്നിരുന്നെങ്കിൽ നമുക്ക് വേറെ ഇത് ആർ എ അല്ലടേ, ഓരോ കാര്യങ്ങളും. ആർ ബി ഇവിടുത്തെ റിയാക്ഷൻ എന്താണ്? ആർ ബി ആണ്. അപ്പോൾ ഇവിടെ ആർ ബി സൈൻ 30, ഇവിടെ ആർ ബി കോസ് 30. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സാധനം.
അപ്പോൾ ഇവിടെ നിന്ന് 2 മീറ്റർ, ഇത് 2 മീറ്റർ, ഇത് 2 മീറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള ചിലപ്പോൾ ഇതിപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഇതിങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്തെങ്കിൽ പോയി അവസാനമൊക്കെ ആയിരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കൊള്ളണം, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളണം. നോക്കുന്നതിൻ്റെ ഓടിച്ചു പോകുന്നത് കാര്യം ഒന്നുകൂടെ ഒന്ന് കണ്ട് ഇത് ക്രോസ് ചെക്ക് ചെയ്തിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ഒരു വീഡിയോ ഇത്ര എളുപ്പമല്ല നമുക്ക് എഡിറ്റ് ചെയ്ത് അത് വീണ്ടും അപ്ലോഡ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇത് വെച്ചിട്ട് ഇനി ബാക്കി നമ്മളെ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് വെർട്ടിക്കൽ ഫോഴ്സ് ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് പറയുന്നു. വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്ന നമ്മൾ വൈ മുകളിലേക്ക് പോകുന്ന പോസിറ്റീവും താഴേക്ക് വരുന്ന നെഗറ്റീവ് എടുക്കുന്നു. അപ്പോൾ സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0. സിഗ്മ എഫ് വൈ എടുക്കുമ്പോഴത്തേക്ക് മുകളിലേക്ക് പോകുന്ന RAV എന്ന് പറയുന്ന ഫോഴ്സ് എടുത്തു, RAV അവിടെ എടുത്തു. അടുത്ത താഴേക്ക് വരുന്ന -10 കിലോ ന്യൂട്ടൺ, -20 കിലോ ന്യൂട്ടൺ. മുകളിലേക്ക് പോകുന്ന ഫോഴ്സ് മൈനസ് അല്ല പ്ലസ് ആണ്. പ്ലസ് RB എന്ന് പറയുന്നതിന് വരും RB ഇൻറ്റു എന്ന് വരും cos 30 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0. വേറെ വെർട്ടിക്കൽ ഫോഴ്സ് ഒന്നും ഇല്ലല്ലോ. ഇനി ഒരു കാര്യം ആലോചിച്ചോളൂ, ഇനി ഇവിടെ ഒരു RB എന്ന് പറഞ്ഞ സാധനം ഇല്ല, അത് 2 കമ്പോണൻസ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതായി. ഇതിൽ അൺനോൺ ക്വാണ്ടിറ്റീസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലിട്ടു, RAV ലെഫ്റ്റിലിട്ടു, പ്ലസ് RB ഇൻറ്റു cos 30 ഞാൻ ലെഫ്റ്റിലിട്ടു. ഈ 2 സാധനം കൂടെ -30 എന്ന് പറയുന്ന അപ്പുറത്ത് പോകുമ്പോൾ +30, ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ സിഗ്മ എഫ് ഐയുടെ കാര്യത്തിൽ തീരുമാനമായി. സിഗ്മ FX ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ആക്സിസിൽ റൈറ്റ് സൈഡിൽ പോസിറ്റീവ്, ലെഫ്റ്റ് സൈഡ് നമ്മൾ നെഗറ്റീവ് എടുക്കുവാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നത് RAH ആണ്, RAH. പിന്നെ ഇവിടെ വേറെ ഇതിങ്ങോട്ട് വരുന്ന സാധനം മാത്രം -RB എന്താണ് sin 30, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇതിലെന്തെങ്കിലും പരിപാടി നടക്കുമോ? ഒന്നും നടക്കത്തില്ല. അത് ഇക്വേഷൻ നമ്പർ 2 എന്നും പറഞ്ഞിട്ട് നമ്മളവിടെ മാറ്റിയിട്ടു. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ് എഴുതണ്ട. RAHന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കൊടുക്കാമല്ലോ. RAH ഈസ് ഈക്വൽ ടു ഇതൊക്കെ അപ്പുറത്ത് പോകുമ്പം ഇൻ ടേംസ് ഓഫ് RB sin 30. ദിസ് ഈസ് ദ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഈ 2 വാല്യൂസാണ്. ഇനി നമുക്ക് മൊമെൻറ്റ്, ഈ 3 പരിപാടികളെ നമുക്കുള്ളൂ. ഒന്ന് ഇത് പിന്നെ അടുത്ത് എന്താണ് മൊമെൻറ്റ്. ഈ 3 പരിപാടികൾ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അടുത്ത മൊമെൻറ്റ് എബൌട്ട് A ഈസ് ഈക്വൽ ടു 0. അപ്പോൾ മൊമെൻറ്റ് എബൌട്ട് A ഈക്വൽ ടു 0 തന്നെ എടുക്കുന്നതാണ് നല്ലത്. കാര്യം എന്ന് പറയുന്നത് എയിൽ RAHും RAVയും എന്താണ് അൺനോൺസ് ആണ്. അപ്പോൾ അത് രണ്ടും അങ്ങ് പോകും. പിന്നെ മൊമെൻറ്റ് വരുന്ന ഏതൊക്കെയാണ്? അപ്പോൾ നമ്മുടെ എ കൂടെ പോകുന്ന ഈ 2 ഫോഴ്സിന് മൊമെൻ്റ് ഇല്ല. ഇതിന് മൊമെൻ്റ് ഉണ്ടാവും, എ കൂടെ അല്ല പോകുന്നത്. ഇതിന് മൊമെൻ്റ് ഉണ്ടാവും, എ കൂടെ അല്ല പോകുന്നത്. അപ്പോൾ ഇത് മൊമെൻ്റ് എടുക്കേണ്ട ഫോഴ്സാണ്, ഇത് മൊമെൻ്റ് എടുക്കേണ്ട ഫോഴ്സാണ്, ഇത് മൊമെൻ്റ് എടുക്കേണ്ട ഫോഴ്സാണ്. കാര്യം ഇത് എ കൂടെ അല്ല പോകുന്നത്. ബി ഇത് മൊമെൻ്റ് എടുക്കാണ്ടാത്ത ഫോഴ്സാണ്. കാര്യം എന്തിൽ കൂടെ പോവുകയാണ്? എ കൂടെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വരച്ചാൽ ലൈൻ ഓഫ് ആക്ഷൻ എ കൂടെ ആണ്. ബാക്കി എല്ലാത്തിനും എയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫസ്റ്റ് 10 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, 10 ഇൻറ്റു 2 താഴേക്കുള്ളതെല്ലാം പോസിറ്റീവ് എടുക്കുക, മുകളിലേക്കുള്ളതെല്ലാം നെഗറ്റീവ് എടുക്കുക. 10 ഇൻറ്റു 2 പോസിറ്റീവ്. പിന്നെ അടുത്ത് എന്താണ്? 20 ഇൻറ്റു 4 എ വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ 20 ഇൻറ്റു 4 എ വരെയുള്ള ഡിസ്റ്റൻസ് പോസിറ്റീവ്. അപ്പോൾ എ ഫിക്സഡാണ്, 20 ഇൻറ്റു 4 ആയി. ഇനി അടുത്ത RB cos 30 ഇൻറ്റു 6 അതെന്ന് പറയുന്നത് മുകളിലോട്ട്, അപ്പോൾ നെഗറ്റീവ്. RB cos 30 ഇൻറ്റു 6 അതെന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ്, വിച്ച് ഈസ് ഈക്വൽ ടു 0. ആണ്ടാ RB മാത്രമല്ലേ അവിടെ അൺനോൺ ആയിട്ടുള്ളൂ. അവിടെ നമുക്ക് RB കണ്ടുപിടിച്ചൂടെ? RB ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂടെ അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് cos 30 RB cos 30 ഇൻറ്റു 6 എന്ന് പറയുന്ന സാധനം cos 30 ഇൻറ്റു 6 കൊണ്ട് ഡിവൈഡ് ചെയ്തായി. ഇത് രണ്ടും കൂടെ അപ്പുറത്ത് പോകുമ്പം എന്ത് കിട്ടും? 2080 എന്ന് പറയുമ്പോൾ തന്നെ എന്തായി? 100 ആയി. അപ്പുറത്ത് 100 പോവും. ഡിവൈഡ് ബൈ നിങ്ങൾ സ്റ്റെപ്പ് കൂടുതൽ എഴുതുന്നെങ്കിൽ എഴുതി ചെയ്യുക. ഡിവൈഡ് ബൈ cos 30 ഇൻറ്റു 6 വിച്ച് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു 6 ചെയ്തിട്ട് കോസ് എടുത്ത് കളയരുത്. കോസ് 30 ചെയ്തിട്ട് വേണം 6 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ അവിടെ നിന്ന് 19.25 എന്തെന്ന് കിട്ടും? കിലോ ന്യൂട്ടൺ എന്നായിരിക്കും കിട്ടുന്നത്. ചെയ്ത് നോക്കാം. അപ്പോൾ RB കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? RAH കണ്ടുപിടിക്കാം. RB ഇൻറ്റു sin 30 അല്ലേ? ഫ്രം ഇക്വേഷൻ നമ്പർ 2 എന്താണ്? RB ഈസ് ഈക്വൽ ടു RB അല്ലല്ലോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള RAH. RAH ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? RB ഇൻറ്റു sin 30. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? RB ഇൻറ്റു sin 30 എന്ന് എഴുതാം. RB എന്ന് പറഞ്ഞാൽ എത്രയാണ്? 19.25 ഇൻറ്റു sin 30 എന്ന് കിട്ടും. 19.25 ഇൻറ്റു sin 30 ചെയ്യുമ്പോഴത്തേക്ക് 1/2 ആണല്ലോ sin 30. 9.625 ന്യൂട്ടൺ, കിലോ ന്യൂട്ടൺ അല്ലേ? കിലോ ന്യൂട്ടൺ കിട്ടും. അപ്പോൾ അതായി RAH ആയി. ഇനി നമുക്ക് RAH അറിയാമെങ്കിൽ നമുക്ക് ഫസ്റ്റിൽ അൺനോണായിട്ട് പിന്നെ എന്താ ഉള്ളത്? RAV. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് ഇക്വേഷന് RAV പ്ലസ് RB cos 30 പ്ലസ്
എന്താണ് ആർ ബി കോസ് 30 ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണ് പറഞ്ഞേക്കുന്നത് 30 പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്തുകൊണ്ട് എഴുതാം ആർ എ വി ഈസ് ഈക്വൽ ടു 30 മൈനസ് ആർ ബി കോസ് 30 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 30 മൈനസ് ആർ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് 19.25 ഇൻറ്റു കോസ് 30 എന്നൊക്കെ കടഞ്ഞു വരുന്നു 13.33 കിലോ ന്യൂട്ടൺ. അപ്പോൾ അതായി. അപ്പോൾ ആർ എ എച്ചും ആർ എ ബിയും കഴിഞ്ഞാൽ ആർ എ കണ്ടുപിടിക്കാൻ ഞാൻ വീണ്ടും അത് എഴുതിക്കൊണ്ട് നിൽക്കുന്നില്ല. നമുക്ക് അവിടെ അറിയാമല്ലോ ആർ എ എന്ന് പറയുന്നത് ഇതായിരിക്കും അവിടുത്തെ റിസൾട്ടൻ്റ് എന്ന് പറയുന്ന ആർ എ, ആൻഡ് ഇറ്റ് വിൽ ബി മേക്കിംഗ് ആംഗിൾ തീറ്റ വിത്ത് ആർ എ വി. സോ ആർ എ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് ആർ എ എച്ച് സ്ക്വയർ പ്ലസ് ആർ എ വി സ്ക്വയർ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ആൻസർ 16.44 കിലോ ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടും. തീറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തറിയാം ടാൻ ഇൻവേഴ്സ് ഓഫ് എന്താണ് ആർ എ എച്ച് ഡിവൈഡഡ് ബൈ ആർ എ വി വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ആർ എ എച്ച് എന്ന് പറയുന്നത് 9.625 ഡിവൈഡഡ് ബൈ 13.33. അത് ചെയ്യുമ്പോൾ വാല്യൂ എന്ന് പറയുന്നത് 35.83 ഡിഗ്രി. സോ തീറ്റ കിട്ടി, നമുക്ക് എല്ലാ സാധനങ്ങളുമായി. ഇതാണ് എൻ്റെ ഒരു സംഭവം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കണം നമുക്ക്. ആ ഒരു ഇനി ഇതും കൂടെ ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല, അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പറയാം. ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനം എ എന്ന് പറയുന്ന പോയിൻറ്റ്, ഇവിടെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ റോളർ സപ്പോർട്ടറാണ്, ഹിഞ്ച്ഡ് വിത്ത് റോളറാണ്, പക്ഷേ ഇംഗ്ലണ്ടാണ് ആ സർഫസ്. ഇംഗ്ലണ്ട് അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രിയാണ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ 1 2 3 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ പോയിൻ്റ് ഇ എ ഡി സി ഇ. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ഇത് ഇംഗ്ലണ്ടാണ് എന്ന് പറയുന്നത് 20 കിലോ ന്യൂട്ടൺ. ഇതെന്ന് പറയുന്നത് 65 ഡിഗ്രി. 2019 സ്കീമിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് പോയിൻ്റ് ലോഡ്സ് മാത്രമേ ഉള്ളൂ. യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് സിലബസ് ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല, സിലബസ് എടുത്ത് പറഞ്ഞിട്ടില്ല. അതിൽ പോയിൻ്റ് ലോഡ്സ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പറയാൻ പറ്റത്തില്ല, ക്വസ്റ്റ്യൻ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതൊക്കെ അറിയുമല്ലോ. അതുകൊണ്ട് അതും കൂടെ 2019 സ്കീം നോക്കുക. അടുത്തതിൽ നമ്മൾ യു ഡി എല്ലും യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്നതും യൂണിഫോം വേരിയൻ ലോഡ് വരുന്ന 2 ക്വസ്റ്റ്യൻസും കൂടെ നോക്കും. ബാക്കി ചെയ്യാൻ അറിയാമല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരും. കാര്യം ഇത് 1 മീറ്റർ, ഇത് 1.5 മീറ്റർ, ഇതെന്ന് പറയുന്നത് 1 മീറ്റർ, ബാക്കിയുള്ളത് 1 മീറ്റർ വാട്ടർ സ്പാൻ. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ വെച്ചിട്ട് നമ്മൾ റിസോൾവ് ചെയ്താൽ ബാക്കി ചെയ്യുന്നതെല്ലാം ഒരേപോലെ അല്ലേ. അപ്പോൾ ഇവിടെ ഇംഗ്ലൈൻ ഫോഴ്സ് ഉണ്ട്, അപ്പോൾ ഇവിടെ എന്തായാലും ഇംഗ്ലൈൻഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ വരും, ആർ എ വി വരും, ആർ എ എച്ച് വരും. ഇനി ഇ എന്ന് പറയുന്ന പോയിന്റിൽ 2 എണ്ണമായിട്ട് റിസോൾവ് ചെയ്യണം. ഒന്നെന്ന് പറയുന്നത് താഴേക്ക് വരുന്നത് എന്താണ്, ഇതെന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണൻ്റ് വരുമ്പോൾ 20 ഇൻറ്റു സൈൻ 65 എന്ന് വരും. ഇങ്ങോട്ടുള്ളത് എന്താണ്, ഈ പോയിന്റിലേക്ക് 20 ഇൻറ്റു കോസ് 65 എന്ന് വരും. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി അടുത്ത ഡി എന്ന് പറയുന്ന പോയിന്റിലാണെങ്കിലോ താഴേക്കുള്ള വെർട്ടിക്കൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ, 35 കിലോ ന്യൂട്ടൺ. ഇവിടെ ആണെങ്കിൽ 2 ഫോഴ്സ് വരും അല്ലേ, സിയിൽ ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ്, ഒരു ഹൊറിസോണ്ടൽ. വെർട്ടിക്കൽ കമ്പോണൻ്റ് വരുമ്പോൾ എന്താണ് 25 സൈൻ 55 എന്ന് വരും. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് 25 കോസ് 65 എന്ന് വരും. പിന്നെ അടുത്ത ബി എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഇംഗ്ലൈൻഡ് ഫോഴ്സ് വരും. ഇംഗ്ലൈൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, ആർ ബി ആണ്, അത് ഇംഗ്ലൈൻഡ് ആണ്. അപ്പോൾ അവിടെ 2 റിയാക്ഷൻസ്, ആർ ബി ഇത് 30 ഇതുമായിട്ട് ചേർന്ന് നിൽക്കേണ്ടത് ആർ ബി ഇൻറ്റു കോസ് 30 വെർട്ടിക്കൽ കമ്പോണൻറ്റും ഹോറിസോണ്ടൽ കമ്പോണൻറ്റ് ആർ ബി ഇൻറ്റു സൈൻ 30. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതേ സാധനം ഈ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെയിം തന്നെയല്ലേ ഇതിൽ, എന്ത് വ്യത്യാസമാണുള്ളത്, സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഇതാക്കാൻ പഠിച്ചാൽ മതി. ഇനി അങ്ങോട്ട് ഈ ഒരു പോയിന്റ് ലോഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയാൽ ബാക്കി ചെയ്യുന്നത് വളരെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചോദിച്ചാൽ 10 മാർക്ക് കിട്ടി എന്ന് നമുക്ക് കോൺഫിഡൻറ്റോടെ പറയാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തൊരു ഇതും കൂടെ കൊണ്ട് നമ്മൾ ഈ ഒരു ബീം റിയാക്ഷൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് മൊഡ്യൂൾ 50% കൂടുതൽ ബീം റിയാക്ഷൻ ആണെന്ന് തോന്നുന്നു. നമ്മൾ ഇത് കഴിഞ്ഞ് നേരെ ഫ്രിക്ഷൻ പോകും കേട്ടോ. ഫ്രിക്ഷൻ അടുത്ത മൊഡ്യൂളാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മൊഡ്യൂൾ തീർക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കഴിഞ്ഞ് നോക്കട്ടെ.
അറിയാൻ വയ്യ, എന്തായാലും സിലബസ് നോക്കിയാലേ അറിയാൻ പറ്റും. മോഡ്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കിടക്കുക 2019 2016 ബാക്കിയത്. എന്തായാലും ഫ്രിക്ഷനും ബീം റിയാക്ഷനും എല്ലാം ഉണ്ടാകും. ഫ്രിക്ഷനിൽ നമുക്ക് ലാഡൽ ഫ്രിക്ഷൻ വരെ ചെയ്യാനായിട്ടുണ്ട്, വെഡ്ജ് ഫ്രിക്ഷനും നോക്കണം. അപ്പോൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ വളരെ എളുപ്പമാണ് ഫ്രിക്ഷൻ ചെയ്യാനായിട്ട്. നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കുന്നതിനനുസരിച്ച്, അതായത് ഫസ്റ്റ് മോഡ്യൂളിൽ നിങ്ങൾ എത്രത്തോളം നല്ലോണം അത് സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, റിയാക്ഷൻസ് സോൾവ് ചെയ്തെടുത്ത് നമ്മൾ അൺനോൺ ഫോഴ്സസും പുള്ളിങ് ഫോഴ്സസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചില്ലേ. അപ്പോൾ അതായിട്ട് മേജറായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതറിയാമെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വളരെ ഒന്നുമല്ല, ഫ്രിക്ഷൻ എങ്ങനെ ആക്ട് ചെയ്യും എന്നുള്ള ആ ഡയറക്ഷൻ മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ഇനി മേജർ പോർഷൻ എന്ന് പറയുന്നത് ഫ്രിക്ഷൻ, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സെൻട്രോഡ് തീർന്നു, മെക്കാനിക്സ് തീർന്നു.